യോശുവയുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. അതിന് അവൾ, നിങ്ങൾ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് പറഞ്ഞ് അവരെ അയച്ചു. അങ്ങനെ അവർ പോയി. അവൾ ആ ചുവപ്പ് ചരട് കിളിവാതിൽക്കൽ കെട്ടി. ജീവവചന പ്രഭാത ധ്യാന ചിന്തയുടെ കേൾവിക്കാർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായൊരു പ്രഭാത വന്ദനം ആശംസിക്കുന്നു. പാപിയും ചുവപ്പ് ചരടും എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കുടപ്പുറപ്പുകളെ നാശം വിതച്ച് നാശം കൊയ്തെടുക്കുന്ന ഒരു ജനസമൂഹത്തിൽ നിന്നും, ന്യായം വിധിക്കപ്പെട്ട ഒരു പട്ടണത്തിൽ നിന്നും ഒരു പാപിക്ക് രക്ഷപ്പെടാൻ, ജീവനിൽ പ്രവേശിക്കപ്പെടാൻ അവസരം ലഭിക്കപ്പെടുമെന്നും ആ അവസരം ബുദ്ധിപൂർവം ഉപയോഗിച്ചാൽ പട്ടണം നശിക്കപ്പെടുമ്പോഴും അതിനിടയിൽ നിന്നും ആ പാപി രക്ഷ പ്രാപിക്കുമെന്നും, പിന്നത്തേതിൽ തനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷണ്യ പ്രവൃത്തിയാൽ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കപ്പെടുമെന്നതിനും ഒരു മാതൃകയാണ് രാഹാബ് എന്ന പാപിനിയായ സ്ത്രീ. യെരിഹോ എന്ന ശപിക്കപ്പെട്ട പട്ടണത്തിൽ പാർത്തുകൊണ്ട് പാപഭംഗിലമായ ജീവിതം നയിച്ചു വന്നിരുന്നവൾക്ക് രക്ഷപ്പെടുവാനുള്ള മാർഗം രക്ഷകരായ കർത്താവ് ഒരുക്കിയ, ദൈവം ഒരുക്കിയ പുരുഷന്മാർ പറഞ്ഞുകൊടുത്ത് ആ കാര്യങ്ങൾ അവൾ അനുസരിച്ചു. അതിന് അവൾ, നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം, എൻ്റെയും എൻ്റെ വീട്ടുകാരുടെയും രക്ഷയ്ക്കായി ഞാൻ ഈ ചുവപ്പ് ചരട് എൻ്റെ ഭവനത്തിൻ്റെ കിളിവാതിൽക്കൽ കെട്ടി കാത്തിരിക്കും. അവൾക്കൊന്നറിയാം, ഞാൻ പാർക്കുന്ന പട്ടണം ന്യായം വിധിക്കപ്പെട്ടിരിക്കുന്ന പട്ടണമാണ്. ചില ദിവസങ്ങൾക്കുള്ളിൽ ഈ പട്ടണത്തിൽ ന്യായവിധി വരാൻ പോവുകയാണ്. ഈ പട്ടണം നശിക്കപ്പെടും, പട്ടണവാസികൾ നശിക്കപ്പെടും. ആകയാൽ എനിക്ക് ഈ പട്ടണത്തോടൊപ്പം നശിക്കേണ്ട, എനിക്ക് രക്ഷപ്പെടണം. അവളുടെ ആഗ്രഹം ശക്തമായിരുന്നു. യെരിഹോ പട്ടണവാസികളോടുകൂടെ അവളും മരിക്കേണ്ടവളായിരുന്നു. മരണത്തിന് അധീനയായി അവളുടെ മേലും മരണം വാണിരുന്നു. എന്നാൽ ആ മരണത്തിൻ്റെ വാഴ്ചയിൽ നിന്ന് അവൾക്ക് രക്ഷ പ്രാപിപ്പാനിടയായി. അവൾക്ക് ലഭിച്ച അവസരം അവൾ ഉപയോഗിച്ചു. പ്രിയ ദൈവവചനം പറയുന്നു, അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു എന്നും ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേ ഉള്ളുവെന്നും തിരുവെഴുത്ത് വ്യക്തമായി പറയുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ പാപികളുടെ മേൽ വാഴുന്നതും മരണമാണെന്ന് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ പാപിയാണ്, എൻ്റെ മേൽ വാഴുന്നത് മരണമാണ് എന്ന് തിരിച്ചറിഞ്ഞവൾക്ക് ഒരു വിടുതൽ ലഭിച്ചു. അവിശ്വാസികളായ ജനക്കൂട്ടത്തോടൊപ്പം ജീവിച്ചു വന്നവളാണെങ്കിലും ആ ഭൂരിപക്ഷത്തോടൊപ്പം നശിക്കുവാൻ അവൾ ആഗ്രഹിച്ചില്ല. രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നതിന് മുൻപേ ആവശ്യമായിരിക്കുന്നത് രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹമാണ്. രാഹാബ് രക്ഷപ്പെടുവാനുള്ള അവസരം ഉപയോഗിക്കുന്ന ന്യൂനപക്ഷമായ ആൾക്കാരുടെ പ്രതിനിധിയായി ആ സ്ത്രീ തീർന്നു. അവൾ ജീവനുള്ള ദൈവത്തെക്കുറിച്ചും ആ ദൈവത്തിൻ്റെ ജനത്തെക്കുറിച്ചും ദൈവം അവരെ വിടുവിച്ചതിനെക്കുറിച്ചും ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചതിനെക്കുറിച്ചും ദൈവം അവരെ പുലർത്തുന്നതിനെക്കുറിച്ചും കേട്ടിരുന്നു. ജീവിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുവാൻ അവളുടെ ആ കേൾവി അവൾക്ക് വിശ്വാസമായി പരിണമിച്ചു. അവർ രക്ഷപ്പെട്ടത് ദൈവത്തിലുള്ള വിശ്വാസത്താലായിരുന്നു. കൃപയാലുള്ള രക്ഷയാലല്ലാതെ മറ്റൊരു മാർഗവും അവൾക്കില്ല എന്ന് തിരിച്ചറിഞ്ഞവൾ രക്ഷകരായ ദൂതന്മാരോട് ആവശ്യപ്പെട്ടത് എന്നോടും എൻ്റെ പ്രതിഭവനത്തോടും ദയ കാട്ടി രക്ഷിക്കണേ എന്നതായിരുന്നു. കൃപയാൽ വിശ്വാസം മൂലം അവളും രക്ഷിക്കപ്പെട്ടു. ദൂതന്മാർ കൊടുത്ത ചുവപ്പ് ചരട് അടയാളമായി അവൾ തൻ്റെ ജനലിനു മേൽ കെട്ടി. ആ നാശപട്ടണത്തിൽ ചുവപ്പ് ചരട് കെട്ടിയ ഒരേ ഒരു ഭവനം. ആ ചുവപ്പ് ചരടിൻ്റെ പുറകിലെ ഉദ്ദേശം അവൾക്കും അത് കൊടുത്തവർക്കും മാത്രമേ അറിയൂ. ആ ചുവപ്പ് ചരട് ലഭിക്കുവാൻ ആ പട്ടണത്തിൽ അവൾക്ക് മാത്രമാണ് ഭാഗ്യം ലഭിച്ചത്.
ആ ചുവപ്പ് ചരട് യേശുക്രിസ്തുവിന്റെ ക്രൂശമരണത്താലുള്ള രക്ഷയെ കാണിക്കുന്നതാണ്. രാഹാബ് രക്ഷയുടെ അടയാളമായി തൻ്റെ കിളിവാതിൽക്കലാണ് ചുവപ്പ് ചരട് കെട്ടിയത്. എന്നാൽ ക്രൂശമരണത്തിന് ശേഷം രക്ഷപ്പെടണമെന്ന ആഗ്രഹമുള്ളവർ ചുവപ്പ് ചരട് കെട്ടേണ്ടത് വീടിൻ്റെ ജനലിന്മേലല്ല, അവരുടെ ഹൃദയത്തിൻ്റെ കിളിവാതിക്കലായിരിക്കണം. കർത്താവിൻ്റെ കൽപ്പന പ്രകാരം കർത്താവ് അയച്ച സുവിശേഷത്തിൻ്റെ ദൂതന്മാർ പറഞ്ഞു തരുന്നതിന് പ്രകാരം ഹൃദയത്തിൻ്റെ കിളിവാതിക്കൽ കുഞ്ഞാടിൻ്റെ രക്തമാകുന്ന ചുവപ്പ് ചരട് കെട്ടിയിരിക്കുന്നവർ വരുവാനുള്ള ശിക്ഷാവിധിയിൽ നിന്ന് ഇന്നും വിടുതൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്രകാരം വിടുതൽ പ്രാപിച്ച ദൈവമക്കൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ ശക്തമായി ഓർപ്പിച്ച കാര്യമാണ്. കൂടപ്പിറപ്പുകളെ, ന്യായം വിധിക്കപ്പെട്ട യെരിഹോവിന്റെ പ്രതീകമായ ഈ ലോകം നിത്യശിക്ഷാവിധിയിൽ നശിപ്പിക്കപ്പെടാൻ പോകുന്നു എന്ന കാര്യം ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്ന കാര്യമാണ്. നല്ല കർത്താവായ യേശുക്രിസ്തു തൻ്റെ ബാല്യക്കാരായ ദൂതന്മാരെ സുവിശേഷത്തിൻ്റെ വാഹകരായി, രക്ഷാദൂത് കൈമാറുന്നവരായി പ്രിയരെ നിങ്ങളുടെ ദേശത്തേക്ക്, നിങ്ങളുടെ ഭവനത്തിലേക്ക് അയച്ചിട്ടുണ്ട്. അതെ, ഇത് നിങ്ങൾക്ക് ലോകത്തോടൊപ്പം നശിച്ചു പോകാതെ രക്ഷ പ്രാപിപ്പാനുള്ള അവസരമാണ്. അവരിൽ നിന്ന് രക്ഷയുടെ സുവിശേഷം എന്ന ചുവപ്പ് ചരട് സ്വീകരിച്ച് നിങ്ങളുടെ ഹൃദയ കവാടത്തിൽ അത് കെട്ടുക. ചുവപ്പ് ചരട് കെട്ടിയവരെ കൂട്ടിക്കൊണ്ടു പോകുവാൻ നല്ല യോശുവയും കൂട്ടരും വരുവാൻ പോകുന്നു. അവന്റെ വരവിനായി കാത്തിരിക്കുക. ഇന്ന് പ്രഭാതത്തിൽ ഈ വചനത്തിന്റെ ചിന്ത കേൾക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും ഇതുവരെയും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടിട്ടില്ല എങ്കിൽ, യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് ശുദ്ധീകരിക്കപ്പെടുവാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾക്ക് രക്ഷപ്രാപിപ്പാൻ, ന്യായം വിധിക്കപ്പെട്ട ലോകത്തു നിന്ന് വിടുവിക്കപ്പെടാൻ, നിത്യജീവനിലേക്ക് പ്രവേശിക്കപ്പെടാൻ, ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് ഒരുക്കിത്തരുന്ന അവസരങ്ങളാണ് കേൾക്കുന്ന വചനം. നിങ്ങളോട് വചനം പറയുന്നവർ ഒക്കെ, നിങ്ങളോട് സുവിശേഷം പറയുന്നവരുടെ ആ സുവിശേഷത്തിൻ്റെ ദൂത് ഏറ്റെടുത്തനുസരിച്ച് രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ താല്പര്യപ്പെടുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവവചനത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന അവസരത്തിനായി സ്തോത്രം. നല്ല യോശുവയായ കർത്താവായ യേശുക്രിസ്തു ഞങ്ങൾക്ക് ഒരുക്കി തന്ന രക്ഷ, അത് സ്വീകരിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ ഇനിയും അനേക ആയിരങ്ങൾക്ക് ഇടയാകേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ചുവപ്പ് ചരട് കെട്ടിയ ജീവിതങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുവാൻ യോശുവയും കൂട്ടരും വരുന്നല്ലോ. കർത്താവ് യേശുക്രിസ്തു തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന രക്ഷിക്കപ്പെട്ട ജനത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ വേഗം വരുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നല്ലോ. ഞങ്ങളത് വിശ്വസിക്കുന്നപ്പ. അപ്രകാരം ഞങ്ങളോടൊപ്പം ഇനിയും അനേകർ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുവാൻ, ആ രക്ഷാവസ്ത്രം പ്രാപിക്കുവാൻ ഇടയാകുമാറ് ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിൽ ആശ്രയിച്ച് അനുഗ്രഹിക്കപ്പെടാൻ ഇന്ന് പകലിലും ഞങ്ങൾക്കിടയാക്കണമേ. പ്രാർത്ഥന കേൾക്കുന്നവൻ കൃപയ്ക്കായി സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്ന കർത്താവെ, സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്ന പശ്ചാത്തലം തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. വാത്സല്യ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് വേഗം നടക്കും. അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.